ഇനി അമേരിക്കയുടെ സുവർണ കാലഘട്ടം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറ്റിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം അമേരിക്കയ്ക്ക് സുവർണ കാലഘട്ടമല്ലായിരുന്നു. എന്തായാലും ജോ ബൈഡൻ ഗവൺമെന്റിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലരുടെയും നടുവിനിട്ട് നല്ല അടി കൊടുക്കാനുള്ള തീരുമാനങ്ങളും വിജ്ഞാപനങ്ങളും ഒക്കെ ഒപ്പും വെച്ചിട്ടുണ്ട്. കേട്ടിരുന്നോ പൗർണമി? അമേരിക്കയുടെ വിധിയും അമേരിക്കയുടെ ഭാവിയും ഒക്കെ ഇനിയിപ്പം ഡൊണാൾഡ് ട്രംപിന്റെ കൈകളിലാണ്. അതെ, അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് എന്ന് പറയാൻ ഉള്ളത് നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ കാണിച്ച ഒരു തിരിഞ്ഞുനിൽപ്പ് അല്ലേ? തിരിഞ്ഞുനിൽപ്പെന്ന് പറയാൻ പറ്റില്ല ഇതിനെ, കാരണം അദ്ദേഹം അത് നിയമമായിട്ട് ഇറക്കിയിട്ടില്ല. നിയമങ്ങളൊക്കെ വരാൻ കാലതാമസം ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു എന്തായിരിക്കാം അദ്ദേഹത്തിന് നേരത്തെ തൊട്ട് എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡേഴ്സിന് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ആദ്യത്തെ ഗവൺമെന്റിലും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും അദ്ദേഹം വന്നിട്ട് ആദ്യത്തെ ബോംബ് തന്നെ പൊട്ടിച്ചു എന്നുള്ളതാണ്. അമേരിക്കയുടെ പോക്കിനി എങ്ങോട്ടാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ LGBTQ+++ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾക്കൊക്കെ മാക്സിമം പ്രിവിലേജസ് കൊടുക്കുക. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത് അവർക്കും നമ്മുടെ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ അവർക്കും സംവരണം ആക്കുമെന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ, അതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൽ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ആപ്ലിക്കേഷൻ ഫോം കിട്ടിയാൽ മെയിൽ, എഫ് അല്ല എസ് എന്ന്. അതെ. ഇപ്പൊ അതൊക്കെ മാറ്റി. ഇപ്പൊ പക്ഷേ ട്രംപ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അമേരിക്ക 2 വർഗ്ഗങ്ങളേ ഉള്ളൂ, അതായത് ആണും പെണ്ണും. ബാക്കിയുള്ളവരെയൊന്നും നിയമപരമായിട്ട് അവർ കണക്കാക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും പുരോഗമനം ചിന്തയില്ലാത്ത ഒരു മേധാവി അല്ലെങ്കിൽ ഒരു തലവൻ ഇതുപോലൊരു വമ്പൻ രാഷ്ട്രത്തിൽ ലോകത്തിന്റെ തന്നെ തലവനായിട്ടാണ് നമ്മൾ ലോകം അമേരിക്കയെ കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വിടലത്തരം പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ടിരുത്താൻ കൊള്ളാവോ? ഒരുപാട് രാജ്യങ്ങൾ അനുകരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ മാതൃകയാക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയെ പോലെ വളരണം എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഇപ്പൊ ഈവൻ നമ്മുടെ ഇന്ത്യ തന്നെ നോക്കിയാലും അതിനെ പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രി എന്നാണ്. അമേരിക്കനെ ഒരു കാലാകാലങ്ങളായിട്ടല്ലേ നമുക്ക് കാലം തൊട്ടേ കേൾക്കുന്നത് ഡെവലപ്ഡ് കൺട്രി. അതായത് നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഓക്കെ, ഇന്ത്യ കേൾക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ ഇത്, അത് ഓൾറെഡി ഡെവലപ്ഡ് ആയി, ഇത്രയും വർഷം കൊണ്ട് എന്താണ് ആ ഒരു തസ്തികയിലേക്ക് നമ്മൾ ഉയരാത്തത്. പക്ഷേ ആ ഡെവലപ്ഡ് കൺട്രീനെക്കാട്ടിലും ഉയർന്ന സംസ്കാരം തന്നെയാണ് നമ്മുടെ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2014 ശേഷം ഇന്ത്യയിലുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ ചായ്വ് പറയുമല്ല, പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറേ അധികം ഇന്റർനാഷണൽ ട്രാവൽസ്, ഒരുപാട് രാഷ്ട്ര തലവന്മാരുള്ള ചർച്ചകൾ, തീരുമാനങ്ങൾ, ഉടമ്പടികൾ, ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ന് നരേന്ദ്രമോദി എന്ന പേര് വരുന്നതോടൊപ്പം അതിന്റെ പിന്നിൽ ഇന്ത്യ എന്നുകൂടെ വരുന്നു. ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്നൊരു വിലയുണ്ട്. നിലയും വിലയും നമുക്ക് ലോകത്തിനുണ്ടാക്കി തന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് നമുക്ക് പറയാതെ വയ്യ. അതിനിപ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷിയിൽ ഇരുന്നാലും അത് നമ്മൾ പറയാതിരുന്നാൽ മോശമായി പോകും. അദ്ദേഹത്തിന് വേറെ കുറേ പ്രശ്നങ്ങൾ അവരുടെ പാർട്ടികൾ കൊണ്ടായിരിക്കാം, അഴിമതിയില്ലാത്ത പാർട്ടികളൊന്നുമില്ല, പിന്നെ കുറേ മതം പറയുന്നു, അതെല്ലാം വേറെ വിഷയങ്ങൾ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്തായാലും നരേന്ദ്രമോദിയും ട്രംപും ചങ്കുമാണ് കേട്ടോ, അവർ നല്ല അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്ത്യക്ക് എന്തായാലും ട്രംപ് പണിയൊന്നും തരത്തില്ലെന്ന് പ്രതീക്ഷ. പക്ഷേ ഈ പറയുന്ന പോലെ വേറൊരു സംഭവം കൂടെ അദ്ദേഹം അതിനകത്തോടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുടിയേറ്റ ആൾക്കാർ, അതായത് അനധികൃത കുടിയേറ്റക്കാരുടെ മക്കൾക്ക് ഇനി അമേരിക്കൻ പൗരത്വം നൽകില്ല. ഓക്കെ, അതായത് നിലവിലുള്ളവർക്ക് കുഴപ്പമില്ല, നിലവിലുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇനി അനധികൃതമായിട്ട് കയറുന്ന ഇപ്പൊ തന്നെ അവിടെ ഭയങ്കര കർശന നിയമങ്ങളാക്കിയിരിക്കുകയാണ്. അത് അനധികൃത കുടിയേറ്റം കർക്കശമായി തടയും. അതോടൊപ്പം അനധികൃതമായി കുടിയേറി കഴിയുന്ന ആര് തന്നെയായാലും അവിടെ ജനിക്കുമല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ അവിടെ നമ്മുടെ മക്കൾ ജനിക്കുമ്പോഴാണല്ലോ ആ കൺട്രിയിൽ നമ്മൾ അച്ഛനും അമ്മയ്ക്കും പിന്നെ അവിടുത്തെ പൗരന്മാർ. ഇപ്പൊ കാനഡയിലായാലും അമേരിക്കയിലായാലും അവിടെ നമുക്ക് മക്കൾ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മക്കളുടെ പേരിൽ നമുക്ക് അവിടെ പൗരന്മാരായിട്ട് കഴിയാം. സോ ഇതിലൂടെ എളുപ്പമാണ്. യെസ്, അവരുടെ സിറ്റിസൺഷിപ്പ് വരുന്നത് കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് അക്വയറിംഗ് സിറ്റിസൺഷിപ്പ് കൂടുതൽ ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ ജന്മനാ കിട്ടുന്ന സിറ്റിസൺഷിപ്പിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടല്ലോ, അതിന് കൊടുക്കില്ല എന്നുകൂടെ അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പല നയപ്രഖ്യാപനങ്ങളിലൂടെ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അധികാരത്തിലേറ്റത്. 2 പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഞെട്ടില്ല. 80ഓളം പ്രഖ്യാപനങ്ങളാണ് പുറകെ ഇനി വരാനിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ശരിക കുറച്ചു മുമ്പ് സൂചിപ്പിച്ചിരുന്നില്ലേ, തടവ് പ്രതികളെ എല്ലാം ഏതാണ്ട് 1000-ന് മുകളിലുള്ള തടവുകാരെ നിരുപാധികം, 1000 ആണോ 19,000 ആണോ എനിക്ക് കറക്റ്റ് കണക്കറിയില്ല, ബട്ട് എനിവേ എന്തായാലും കുറെ അധികം തടവുകാരെ പൊതുമാപ്പ് നൽകി വിടുകയാണ്.
പൊതുമാപ്പ് നൽകി വിടുവാണ്. ജോ ബൈഡൻ സർക്കാർ കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും പൂർണ്ണമായിട്ടും മറ്റേ പേപ്പറിൽ തന്നെ അദ്ദേഹം കട്ട് ഡൗൺ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഫുള്ളും എല്ലാം അപ്പം തന്നെ എടുത്ത് ദൂരെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സൂപ്പറായിട്ട് അധികാരത്തിൽ ഏറിയിരിക്കുകയാണ് മിസ്റ്റർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ജയിലിൽ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടാവുമല്ലോ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശിക്ഷ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിമിനൽസിനെ റിലീസ് ചെയ്തത് കൊണ്ട് ഈ സർക്കാർ എന്താണ് നേടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഈ കുറ്റവിമുക്ത കൺട്രി അങ്ങനെ ആവാം, കാരണം അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇച്ചിരി എക്സാജറേഷൻ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ എനിവേ അമേരിക്കയുടെ കാര്യം ഒരു തരം ലെവൽ താന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പല അവരുടെ സിറ്റികളിലെ ലോക്കൽ ന്യൂസുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ സൗകര്യങ്ങളുടെ കാര്യത്തിൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാം അമേരിക്ക ഇപ്പോൾ കുറേ പിന്നിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് വരുന്നത്. ഏഷ്യൻ രാജ്യങ്ങളാണ് കുറേ കൂടെ മുൻപന്തിയിലേക്ക് വരുന്നത്. അത് എന്തിൻ്റെ പേരിലല്ല, അതിൻ്റെ ഒരു ആണിയടി ആയിരിക്കണം. സുവർണ്ണകാലത്തിന് പകരം എനിക്ക് തോന്നുന്നു മറ്റേ കറുത്ത കാലഘട്ടമായിരിക്കും ഇപ്പോൾ അമേരിക്കയ്ക്ക്. കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ കേട്ടിടത്തോളം ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു സുവർണ്ണ കാലഘട്ടം ആയിരിക്കത്തില്ല അവിടുത്തെ ജനങ്ങൾക്ക്. പകരം ഒരു കറുത്ത യുഗം തുടങ്ങാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. എനിവേ ഈ ഇപ്പോൾ പറയുന്ന പോലെ പ്രസിഡന്റ് അല്ല അവിടുത്തെ അവസാന വാക്ക്, കോടതിയുണ്ട്, തീർച്ചയായിട്ടും അപ്പീലും കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും അധികം സ്വാതന്ത്ര്യം ആദ്യം അനുഭവിച്ചിരുന്നത് ഈ പറയുന്ന അമേരിക്കയിലാണ്. അമേരിക്കൻ ഐക്യനാടുകളാണ് അവർക്ക് ഫ്രീഡം കൊടുത്തത്. ഇവിടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് അവിടെയൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നാണ് കൂടുതലും പറഞ്ഞു കേട്ടത്. അത് മാത്രമല്ലോ, നമ്മുടെ നാട്ടിൽ ഇന്ന് 2018 മുതൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാർ, അതായത് സെയിം സെക്സിലുള്ളതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് പരസ്പരം ഒരുമിച്ച് താമസിക്കാം, നിയമാനുസൃതമാണത്. അതുപോലെ ഈ പറയുന്ന പോലെ സെക്സിൽ ഏർപ്പെടാം, അതിലൊന്നും ഒരു കുറ്റകൃത്യമല്ല. പകരം ലീഗലി കല്യാണം മാത്രം ലീഗലി ആക്കില്ല. അതും എനിക്ക് തോന്നുന്നു താമസിയാതെ ഇന്ത്യയിൽ അത് അലൗഡ് ആകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്കൊക്കെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഏഷ്യൻസിന്റെ മനോഭാവം ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ന് അവരുടെ ചാനലുകൾ പ്രൊമോട്ട് ചെയ്യാനും അവരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആക്കി അംഗീകരിക്കാനും അതുപോലെ സിനിമയിൽ അംഗീകരിക്കാനും എല്ലായിടത്തും അവരെ നമ്മൾ കണ്ടാൽ സകല മേഖലയിലും അഡ്വക്കേറ്റ്സ് ആയിട്ടാണെങ്കിലും അതെ കുറെ അധികം മാറിയിരിക്കുന്നു. എല്ലാ മേഖലകളിലും അവരുടെ നല്ല രീതിയിലുള്ള പിന്നെ എന്താ പറയുക അഭൂതപൂർവമായ ഒരു ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ആണിനെയും പെണ്ണിനെയും എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ തന്നെ കാണാൻ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത് നമ്മുടെ ഗവൺമെന്റ് ഡെവലപ്മെന്റ് ആണ്. പക്ഷേ അതേ സ്ഥാനത്താണ് ഏറ്റവും എക്സ്ട്രീം ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ദ്രോഹം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, സപ്പോസ് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ കുറച്ച് പൈസയുള്ള ആൾക്കാർ ചെയ്യുന്ന ഇപ്പം സപ്പോസ് ഒരുപാട് പാഠ്യനായ ഒരു ഫാമിലിയിൽ രണ്ട് പുരുഷന്മാർ തമ്മിൽ ഇഷ്ടപ്പെട്ടു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കുകയാണ് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ അവർ അമേരിക്കൻ വിസ എടുത്ത് അങ്ങോട്ട് പോവുക ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവിടെ എന്തും ആകാം, അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ ലീഗലി വെറ്റഡ് ആയിരുന്നു, ലീഗലൈസ് ആണ്, അവിടെ കല്യാണം ലീഗലൈസ് ആണ്. ഇതെല്ലാം ആയിരുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് അവിടെയുള്ള LGBT എങ്ങോട്ട് പോകും? വാട്ട് വിൽ ദേ ഡു? എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഒരു നിസ്സാരമായിട്ടൊരു പ്രശ്നമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റില്ല. വളരെ ഇമോഷണൽ ആയിട്ടും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം. വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ അംഗീകരിക്കാത്രത്തോളം അപ്പം ഇവരെന്ത് ചെയ്യണം എന്ന് പറയാൻ കൂടി അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് മാത്രമല്ല, ഈ ഇത്രയും നയപ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ 80-ലധികം അദ്ദേഹം ക്രൂഷ്യലായിട്ടുള്ള നയപ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഈ ഒരു നയപ്രഖ്യാപനം നമ്മൾ എടുത്തു പറയാൻ കാര്യം ഇത് ഒരുപാട് ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു ഡയറക്ട്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ നിലനിൽപ്പിനെയാണ് അവിടെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും മരിക്കണോ, അല്ലെങ്കിൽ അവരെയൊക്കെ കൊന്നുകളയുവോ, അല്ലെങ്കിൽ പലായനം ചെയ്യണോ? ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതേ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവരെ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കുറെ അധികം നയപ്രഖ്യാപനങ്ങൾ അമേരിക്ക എനിക്കൊന്ന് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ, ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ആയിരിക്കാം ചിലപ്പോൾ പോകുന്നത്. ഇനിവേ എന്തായാലും അറിയില്ല. എന്തായാലും ഒരു രാജ്യത്തലവൻ അല്ലെങ്കിൽ രാഷ്ട്രത്തലവൻ പുതിയതായിട്ട് അധികാരത്തിലേറുമ്പോൾ ഒരു രാഷ്ട്രത്തിന് സുവർണ്ണ കാലഘട്ടം തന്നെയാണ് സമ്മാനിക്കേണ്ടത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളായിരിക്കരുത്, ജനങ്ങളുടേതായ തീരുമാനങ്ങൾ വേണം. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ എബ്രഹാം ലിങ്കനെ പോലുള്ള ആൾക്കാർ ഭരിച്ച രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ കുട്ടികളുടെ പാഠപുസ്തകം മുതലുണ്ട് അമേരിക്കയെ കഥകൾ, അവിടുത്തെ ഭരണരീതികൾ. അതുകൊണ്ട് തന്നെ അത്രയും ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഒരിക്കലും നടപ്പാക്കാൻ അനുവദിക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും അതിന് നിയമ നടപടികളുമായിട്ടുള്ള അധികൃതർ പോകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ലൊരു കാലഘട്ടം അമേരിക്കയിൽ പുലരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. LGBT കമ്മ്യൂണിറ്റിക്കും അതോടൊപ്പം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം.